ജീവൻ്റെ കാപാടം പ്രോഗ്രാമിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാം വചനത്തിൽ യേശു ഇപ്രകാരം പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ആ പിതാവ് എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് 1 തിമോത്തി 2-ാം അധ്യായം 4-5 വചനങ്ങളിൽ പറയുന്നു. എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്നീ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരും രക്ഷപ്പെടണം. എങ്ങനെ രക്ഷപ്പെടണം? രക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പസ്തോല പ്രവർത്തനം 4:12. മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യരും രക്ഷപ്പെടണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ആഗ്രഹിക്കുന്നത്? ജെറേമിയ 32:27, ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യരെയും സൃഷ്ടിച്ചത് ദൈവമായ കർത്താവാണ്. തൻ്റെ മക്കളാരും നശിച്ചു പോകുവാൻ ഒരു പിതാവും ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പറഞ്ഞത്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും രക്ഷപ്പെടണം. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ പോരാ. ചിലർ പറയും, അവന് ജോലി കിട്ടി, UK 2 ലക്ഷം രൂപ ശമ്പളമുണ്ട്, ആ കുടുംബം രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള രക്ഷയെക്കുറിച്ചല്ല ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും രക്ഷപ്പെടണം, സത്യം അറിയണം. എന്താണ് സത്യം? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:6, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. അപ്പോൾ യേശുവാണ് സത്യം. യേശുവിനെ എല്ലാ മനുഷ്യരും അറിയണം. രക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 16:31, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ ഈ രക്ഷയുടെ അടിസ്ഥാന ഘടകം യേശുവിലുള്ള വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് എവിടെ നിന്ന് ലഭിക്കും? 1000 10,000 പോക്കറ്റിലുണ്ട് ഏതെങ്കിലും കടയിൽ ചെന്ന് ചോദിച്ചാൽ വിശ്വാസം കിട്ടുമോ? കിട്ടത്തില്ല. എവിടെ ചെന്നാലും കിട്ടത്തില്ല. വിശ്വാസം എവിടെ കിട്ടുമെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കും. റോമ 10:17, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നാണ്, കേൾവിയോ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോൾ ദൈവവചനം ശ്രവിക്കുമ്പോഴും ദൈവവചനം വായിക്കുമ്പോഴുമാണ് നമുക്ക് വിശ്വാസം ലഭിക്കുക. റോമ 10:9, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫെസോസ് 2:8, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, ഇത് നിങ്ങൾ നേടിയെടുത്തതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവവചനം നമ്മൾ ശ്രമിക്കുമ്പോഴും
ദൈവവചനം വായിക്കുമ്പോഴും ദൈവം നമുക്ക് ദാനമായിട്ട് നൽകുന്നതാണ് ഈ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അപ്പം അതിന് വചനപ്രഘോഷകർ വേണം. അതാണ് കർത്താവ് പറഞ്ഞത്, വിളവധികം വേലക്കാരോ ചുരുക്കം. പ്രസംഗിക്കുന്നില്ലെങ്കിൽ കേൾക്കാൻ സാധിക്കുമോ? അതിന് ദൈവം ഇപ്പോൾ ഓരോ മനുഷ്യരെയും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഒന്നാമത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഞാൻ തന്നെ. എൻ്റെ പേര് മോഹൻ എന്നാണ്. ഞാൻ കഴിഞ്ഞ 15 വർഷമായി സുവിശേഷം പ്രസംഗിക്കുന്നു. ജനിച്ചത് കോട്ടയം ജില്ലയിലാണ്. അവിടുന്ന് കണ്ണൂർ ജില്ലയിലേക്ക് കുടിയേറിപ്പോയതാണ് എൻ്റെ കുടുംബം. അവിടെ കണ്ണൂർ ജില്ലയിൽ പല സ്ഥലങ്ങളിൽ താമസിച്ചു. എൻ്റെ പിതാവ് ഒരു കള്ളിച്ചെത്ത് തൊഴിലാളിയായിരുന്നു. എന്നെ ശ്രമിക്കുന്ന പലർക്കും എന്നെ അറിയാം. മദ്യവ്യവസായത്തോട് ബന്ധപ്പെട്ടതായിരുന്നു എൻ്റെ തൊഴിൽ. ആട്ടിൻകുട്ടിയും ചെന്നായും തമ്മിൽ എന്ത് ബന്ധമെന്ന് പറഞ്ഞ പോലെ എൻ്റെ ജീവിതവും സുവിശേഷവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തെ തകിടം മറിച്ചൊരു സംഭവം 1995 ഒക്ടോബർ മാസം 25-ാം തീയതിയാണ് സംഭവിച്ചത്. ഞാൻ കണ്ണൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നു. അവസാനം കർണാടക വനത്തിനോട് തൊട്ട് ഈ ശാന്തിനഗർ എന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ ഒരു ഏഷണിയുടെ ഫലമായി ഒരു സംഘം അക്രമികളെ വന്ന് എന്നെ ആക്രമിച്ചു. കൊല്ലുവാനായിട്ട് വന്ന് ആക്രമിച്ചതാണ്. നിരവധിയായ മുറിവുകളേറ്റ് ഞാൻ പടഞ്ഞ് നിശ്ചലമാകുന്നത് കണ്ടപ്പോൾ മരിച്ചെന്ന് കരുതി ഇവരവിടെ ഇട്ടിട്ട് പോയി. പിന്നീട് ഞാൻ അവിടെ ആരും ശ്രദ്ധിക്കാതെ കിടക്കുകയാണ്. ആരും എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും ശ്രദ്ധിക്കേണ്ടയാൾ എന്നെ ശ്രദ്ധിച്ചിരുന്നു. കാരണം എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 16-ാം അധ്യായം 6-ാം വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നീ രക്തത്തിൽ കിടന്നു പിടയുന്നത് ഞാൻ കണ്ടു. ചോരയിൽ കിടന്നുരുളുന്ന നിന്നോട് പറഞ്ഞു, നീ ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം ജീവിക്കാൻ പറഞ്ഞാൽ ജീവിക്കാതിരിക്കാൻ സാധിക്കും. പ്രഭാഷകൻ 39:19. മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളും അവിടുന്ന് കാണുന്നു, അവൻ്റെ കണ്ണിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അവൻ്റെ കണ്ണിൽ നിന്നൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ജോബ് 34:21. അവിടുത്തെ കണ്ണുകൾ മനുഷ്യൻ്റെ വഴികളിൽ പതിയുന്നു, അവൻ ഓരോ അടി വെക്കുന്നതും അവിടുന്ന് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സത്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ദിവസം ഉണ്ട്. അങ്ങനെ ദൈവം ആരോ പറഞ്ഞു വിട്ടു, ആരോ വന്നു എന്നെ കണ്ടു. അങ്ങനെ നാട്ടുകാരറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു, എല്ലാവരും കൂടി വന്നു എന്നെ വാരി എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്ന പോലെ. കാരണം നിരവധിയായ മുറിവുകളേറ്റ് ഈ കഴുത്തിൻ്റെ ഇടത് ഭാഗത്ത് ഒരു വെട്ടുകൊണ്ടിട്ട് കഴുത്ത് പകുതി ഭാഗം മുറിഞ്ഞു പോയതാണ്. കാരണം ഞരമ്പ് അടക്കം വേണ്ട. ഇപ്പോൾ 18 വർഷം മുമ്പത്തെ മുറിവാണ്. ഇപ്പം എല്ലാം നികന്നുപോയി. ഒരു 10 വർഷം മുമ്പ് വരെ ഇവിടെ ഒരു കുഴിയായിരുന്നുണ്ടായിരുന്നു. ഈ വയറിൻ്റെ മുകളിൽ കത്തി കൊണ്ട് കുത്തിയിട്ട് കുടലെല്ലാം വെളിയിൽ വന്നു. 2 ഇഞ്ച് കരൾ മുറിഞ്ഞതാണ്. ഇടതു കാല് മുട്ടിൻ്റെ മുകളിൽ വെച്ച് ഒരു വെട്ടുകൊണ്ടിട്ട് മുറിഞ്ഞ് തൂങ്ങിയതാണ്. അസ്ഥി പകുതി മുറിഞ്ഞ് അവിടെ നിന്നു. എന്നാൽ വലതുകാല് മുട്ടിന് താഴെ വെച്ച് നിരവധി മുറിവുകളേറ്റ് മുറിഞ്ഞ് സെപ്പറേറ്റായിട്ട് വിട്ടുപോയതാണ്. അവന് ഓപ്പറേഷൻ ചെയ്ത് പിടിപ്പിച്ചിരിക്കുക. ഈ 2 വിരൽ മുറിഞ്ഞ് തൂങ്ങി. ചെറിയ ചെറിയ നിരവധിയായ മുറിവുകൾ വരെയുണ്ടായിരുന്നു. ഇവിടെ ഈ മുറിൽ കൂടിയെല്ലാം രക്തം ചിറ്റി. കോഴിക്കോട് നിന്നിറങ്ങിയ ഒരു അന്തിപത്രത്തിൽ ഞാൻ വെട്ടേറ്റ് മരിച്ചെന്ന വാർത്ത വരെ
വന്നതുമാണ്. മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവപുത്രൻ യേശു എനിക്ക് വീണ്ടും ദാനമായി നൽകിയിരിക്കുന്ന ജീവനുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കതിനൊരു സംശയവും ഇല്ല. 1 യോഹന്നാൻ 5:10 യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് തന്നിൽ തന്നെ സാക്ഷ്യം ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കണമെങ്കിൽ, 100% വിശ്വസിക്കണമെങ്കിൽ അവന് അനുഭവം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് വ്യക്തിപരമാണ്. ഓരോ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഈ അനുഭവം വ്യക്തിപരമാണ്. അത് മറ്റൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. ബൈബിൾ പറയുന്നുണ്ട്, പിതാവാരെന്ന് പുത്രനും പുത്രനാരെന്ന് പിതാവുമല്ലാതെ മറ്റാരും അറിയുന്നില്ല. പുത്രൻ ആർക്കെങ്കിലും വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനുമല്ലാതെ മറ്റാരും അത് അറിയുന്നില്ല. വെളിപാട് 2:17 ഒരു വചനം ഇങ്ങനെയുണ്ട്: വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും, അവന് ഞാനൊരു വെള്ളക്കല്ല് കൊടുക്കും, അതിൽ ഒരു നാമം കൊത്തിയിരിക്കും, അത് സ്വീകരിക്കുന്നവരൊഴികെ മറ്റാരും അത് അറിയുകയില്ല. അത് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അത് അറിയുകയില്ല. ഇതുപോലെയാണ് യേശുവിൻ്റെ അനുഭവം ഒരു മനുഷ്യന് ലഭിച്ചാൽ അത് അവന് വ്യക്തിപരമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ജീവനോടെ നിൽക്കുവാനുള്ള കാരണം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ജീവിക്കുകയല്ല, ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. ഈ സ്വരം 2014 വർഷം മുൻപ് സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16:28 ഞാൻ പിതാവിൻ്റെ സന്നിധി വിട്ട് ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് മരിച്ച പലരും ഈ സ്വരം ശ്രവിച്ചിരുന്നു. ഇന്നും ചിലരെ ശ്രവിക്കുന്നുമുണ്ട്. എനിക്കൊരു സംശയവും ഇല്ല. ഇവിടെ ബൈബിളിലെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ മരിച്ച ഒരു യുവാവ് ഈ സ്വരം ശ്രവിക്കുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവും തൻ്റെ ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും കൂടി നായീൻ എന്ന പട്ടണത്തിലേക്ക് ചെല്ലുകയാണ്. ആ പട്ടണ കവാടത്തിലെത്തുമ്പോൾ മരിച്ചുപോയ ഒരു യുവാവിനെ പെട്ടിയിലാക്കി അടക്കം ചെയ്യുന്നതിനായി വലിയൊരു ജനങ്ങൾ കൂടി ചുമന്നു കൊണ്ടുവരികയാണ്. ഒരു വിധവയുടെ ഏക മകനാണ് ഈ മരിച്ച യുവാവ്. ഭർത്താവ് നേരത്തെ മരിച്ചുപോയി, വിധവയായി. വിധവയ്ക്ക് ആകെ ഉണ്ടായിരുന്ന മകനാണ്, ആണും പെണ്ണുമായി ഈ ഒരു മകൻ. ഈ മകനാണ് മരിച്ച് പെട്ടിയിലാക്കി അടക്കം ചെയ്യുവാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വിധവയും കരഞ്ഞുകൊണ്ട് അവരുടെ കൂട്ടത്തിലുണ്ട്. യേശു വിധവയെ കണ്ടു പറഞ്ഞു, കരയേണ്ട. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ 14-15 വചനങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ മുന്നോട്ട് ചെന്ന് ആ ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അവനെന്ന് പറഞ്ഞത് യേശുവാണ്. അവൻ മുന്നോട്ട് ചെന്ന് ആ ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കുവാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടുവോ? നമ്മൾ ഒരു യുവാവ് മരിച്ചു,
പെട്ടിയിലാക്കി അടക്കം ചെയ്യുവാൻ കൊണ്ടുചെല്ലുമ്പോൾ മറ്റൊരു യുവാവ് എന്ന് പറയുകയാണ് അവനോട് എഴുന്നേൽക്കുവാൻ. ഉടനെ അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മളാണെങ്കിൽ എന്തു ചെയ്യും? നമ്മളാണെ പേടിച്ചിട്ട് ഓടും. എല്ലാവരും ഭയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇത് യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക എന്ന ദൈവപുത്രൻ്റെ ആ സ്വരം ശ്രവിച്ചപ്പോഴാണ് മരിച്ച യുവാവ് എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങിയത്. ഇതാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 5:25 പറഞ്ഞിരിക്കുന്നത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വന്നിരിക്കുന്നു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. മറ്റൊരു സംഭവം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 44-ാം വചനം. അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ പുറത്തു വരിക. ദൈവപുത്രൻ്റെ ആ സ്വരം ശ്രവിച്ചപ്പോൾ മരിച്ച് അടക്കപ്പെട്ട് 4 ദിവസം കഴിഞ്ഞ ലാസർ ജീവനോടെ പുറത്തു വന്നു. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇതാ ജീവൻ എന്നൊരു സ്വരം കേട്ടു. ഇത് എൻ്റെ ജീവനെ എനിക്ക് വീണ്ടും നൽകിയ ദൈവപുത്രൻ്റെ സ്വരമായിരുന്നു. യേശു ക്രിസ്തുവിനെക്കുറിച്ചോ സുവിശേഷത്തെക്കുറിച്ചോ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ദൈവം പിന്നീട് ആ സത്യം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനിച്ചത് കോട്ടയം ജില്ലയിലാണ്, കണ്ണൂർ ജില്ലയിൽ കുടിയേറിപ്പത്താണ്. ഈ മുറിവുകളെല്ലാം ഏറ്റ് അവിടെ നിന്ന് എന്നെ ആൾക്കാർ കണ്ടു. നാട്ടുകാർ വീട്ടുകാർ കൂടി വന്നു. എന്നെ ഒരു ജീപ്പ് വരുത്തി ജീപ്പിൽ കയറ്റിയിട്ടു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. കണ്ണൂരിലുള്ള ഹോസ്പിറ്റലെല്ലാം എത്തിച്ചു. പക്ഷേ ആരും എന്നെ അഡ്മിറ്റ് ചെയ്യുന്നില്ല. അവിടെ നിന്ന് പറഞ്ഞു, എത്രയും വേഗം നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി നോക്കാം. അപ്പം അങ്ങനെ അവിടുന്ന് എന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുക. ഈ മുറിവേറ്റ് വീണിടന്ന് 150 കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ട് മെഡിക്കൽ കോളേജിൽ ചെല്ലാൻ. അവിടെ എത്തിച്ച് രക്തം കയറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നാടിത്തുടിപ്പ് നിന്നുപോയിരിക്കുന്നു. കാരണം മുഴുവൻ രക്തവും വാർന്നുപോയി. ഈ രക്തം കയറാതെ വന്നപ്പോൾ ജീവൻ രക്ഷിക്കുവാൻ സാധ്യമല്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇത് കേട്ടിട്ട് ആരോ അന്തിപത്രത്തിൽ കൊണ്ടുപോയി വാർത്തയിട്ടു. ഞാൻ വെട്ടേറ്റ് മരിച്ചെന്ന വാർത്ത വായിച്ചേറ്റ് എൻ്റെ ബോഡി കൊണ്ടുവരുന്നത് കാണുവാൻ വേണ്ടി എൻ്റെ നാട്ടിലുള്ള ആൾക്കാരെല്ലാം എൻ്റെ വീട്ടിൽ വന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞാൻ ആ മെഡിക്കൽ കോളേജിൽ എൻ്റെ ചലനമെല്ലാം നഷ്ടപ്പെട്ടു. ആ മരിച്ച അവസ്ഥയിൽ കിടക്കുമ്പോൾ എനിക്ക് ഒരനുഭവമുണ്ടായി. ആ അനുഭവത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 22:15. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുൻപിൽ എനിക്ക് സാക്ഷി ആയിരിക്കെ. പ്രൈസ് ദി ലോർഡ്. അതിനു വേണ്ടിയാണ് എനിക്ക് വീണ്ടും ജീവൻ തന്നത്. ഞാനങ്ങനെ എൻ്റെ ചലനമെല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ബോധമുണ്ടായിരുന്നു. അതായത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഇങ്ങനെ ഞാൻ കിടക്കുമ്പോൾ ഞാനിങ്ങനെ ഉയർന്ന് അങ്ങ് പോകുന്നത് പോലെ ഒരനുഭവം എനിക്കുണ്ടായി. വെറുതെ പോവുകയല്ല, എന്നെ ഏതോ ഒരു ശക്തി കൊണ്ടുപോവുകയാണ്. അന്നതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കേടുവന്ന വണ്ടീനെ മറ്റ് വണ്ടികൾ കെട്ടിവലിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഏതോ ഒരു ശക്തി എന്നെ കൊണ്ടുപോവുകയാണ്. എന്നെ കൊണ്ടുപോയതും ഒരു ദൂതൻ ആയിരുന്നു. അന്നതെനിക്ക് അറിയില്ലായിരുന്നു. തുടർന്നുള്ള ജീവിതാനുഭവങ്ങളെ അടുത്ത ആഴ്ചയിൽ നമുക്ക് കേൾക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കും. കർത്താവേ, കരുണനായ ദൈവം, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഹൃദയങ്ങളിൽ സമർപ്പിക്കുന്നു. നിത്യജീവനെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.